ഫ്രീ അഡോപ്ഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടന്നുറങ്ങണം കേട്ടോ. ഇത് മെയില് പപ്പിട്ടാ. ചെറിയ പപ്പി വേണ്ട ആൾക്കാർക്ക് ചെറിയ പപ്പി. നമസ്കാരം, സൊഫൈൻ കെന്നൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഫ്രീ അഡോപ്ഷൻ്റെ വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ഹസ്കികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഹസ്കികളെ കുറേ പേര് വിളിച്ച് വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ആരും ഇവിടേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹസ്കിയൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ 2 ഹസ്കിയും കൂടിയും കൊടുക്കാണ്ട്, പിന്നെ നമ്മൾ ഇപ്രാവശ്യം ലാബ് കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ഓഫറാണ് കേട്ടോ. ലാബ് പപ്പീസിന് ഫുൾ ഓഫർ, സർട്ടിഫിക്കറ്റുള്ള പപ്പീസ് ഉണ്ട്, ഇല്ലാത്തതുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ഡോഗിനെ മേടിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ നമ്മുടെ ഇവിടെ ബോർഡിങ്ങിന് ഇപ്പോൾ എല്ലായിടത്തുനിന്നും ബോർഡിങ് വരുന്നുണ്ട്. പല സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ, പട്ടിക്കാടാണ് നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് പല സ്ഥലത്തു നിന്ന്, കോഴിക്കോട് നിന്ന് വരെ നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. 1 മാസം 2 മാസത്തേക്കൊക്കെ ബോർഡിങ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 2 മാസമൊക്കെ, അല്ലാണ്ട് 1 ദിവസത്തേക്ക് ആയാലും, നമ്മുടെ തൃശ്ശൂരുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 1 ദിവസം 2 ദിവസത്തേക്കൊക്കെ ആയാലും കുഴപ്പമില്ല. അകലയിലുള്ള ആൾക്കാർ 1 മാസം 2 മാസമൊക്കെ ആണെങ്കിൽ നമുക്ക് കാര്യമുള്ള എന്താ കഴിഞ്ഞാൽ അവർ ഇത്രയും ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേട്ടാ. നിങ്ങൾക്ക് കുറേ ദൂരത്തു നിന്ന് വരുമ്പോൾ നമുക്ക് 1 മാസം 2 മാസം നിർത്തിയാലും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബോർഡിങ്, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നായിനി അവർക്കും നമ്മൾ ഇത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്താ കാരണം കഴിഞ്ഞാൽ ബോർഡിങ്ങിന് ചെയ്യാനും അവർക്ക് ടൂറ് പോകാനും, ഇപ്പോൾ ആൾക്കാർ ടൂറ് പോകാൻ ഈ ഡോഗുകളായതുകൊണ്ട് വീട്ടിൽ അമ്മേനെ നിർത്തി പോകാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പല ആൾക്കാരും ടൂറൊന്നും പോകണില്ല. മാക്സിമം ആൾക്കാർക്ക് പിന്നെ നമ്മുടെ പഗ് ഉണ്ട് കേട്ടോ. പഗ് ഫീമെയിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ പ്രാവശ്യം നമ്മൾ ഹസ്കിനെയും പഗ്ഗിനെയും എല്ലാത്തിനെയും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ അഡോപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് കാണിച്ചു, പിന്നെ കാണിച്ചിട്ടില്ല. പിന്നത്തെ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഹസ്കിനെ കാണിച്ചു. അപ്പോൾ കുറേ പേർക്ക് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹസ്കി നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറേ പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇങ്ങോട്ട് എത്തിയവരാരും വെറും കൈയോടെ മടങ്ങി പോയിട്ടില്ല കേട്ടോ. എല്ലാവർക്കും നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരും നമ്മൾ വെറും കൈയോടെ തിരിച്ചയച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബീഗിളിനെ കൊണ്ടുപോകാൻ വന്നിട്ട് കേട്ടോ. പേര് സജീവ്. സജീവ് ലാബില് കുട്ടികളാണ് മുമ്പ് ലാബിന് ഒരു കൂട്ടായിട്ട് നമ്മുടെ ബീഗിളിനെ കൊടുക്കുന്നത്. അപ്പൊ ഒരു കുട്ടി വരാന്ന് പറഞ്ഞു കേട്ടോ. അതിന്റെ ആൾക്ക് കുട്ടീനെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊടുക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ബീഗിള് ചെയ്തിട്ട് പോണത് കോലയില് തിരൂര് പുത്തൻമാടങ്ങുന്ന്. തിരൂരല്ലേ? പുത്തൻ മാടങ്ങുന്ന് അല്ലേ? അപ്പൊ ഓക്കെ. പേര് സജീവ്. ചേച്ചില്ലേ? അനിയത്തി. ഓക്കെ. ഓട്ടോയില് കൊണ്ടുപോകാനുള്ള പരിപാടിയാ. അപ്പൊ നമ്മുടെ ബീഗിള് പോവാണ്. അപ്പൊ ഓക്കെ, ശരി ബൈ. നമ്മുടെ മിനിയേച്ചർ പിഞ്ചറിനെ കൊണ്ടുപോകാൻ ഒരാൾ വന്നിട്ടാ. പേര് വന്നിട്ടാ നിന്റെ? ജിൻഡോ. അമ്മ ജിൻഡോ, സൂപ്പർ പേരാണല്ലോ. എവിടെയാ സ്ഥലം? പാലക്കാട് നെന്മാറ. എന്താ ചെയ്യുന്ന? ഞാൻ പഠിക്കായിരുന്നു മൾട്ടിമീഡിയ. ഇത് കൂട്ടുകാരൻ. പേര് ആദിത്യൻ. എവിടെയാ? പിന്നെ വീടിന്റെ അടുത്ത് തന്നെയാ? എവിടെ? നെന്മാറ. എന്താ ചെയ്യുന്ന? മൾട്ടിമീഡിയ പഠിച്ചു. എല്ലാവരും മൾട്ടിമീഡിയയുടെ ആൾക്കാരാണ് ഫുള്ള്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മിൻപിൻ? എങ്ങനെയുണ്ട്? അടിപൊളി സാധനല്ലേ? ഓക്കെ. പിന്നെ എന്തിട്ടാ വേറെ ഏതാ? ഡാഷാ കയ്യിലുണ്ടെന്ന് പറഞ്ഞ? ഡാഷ്. പിന്നെ ലാബൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഉണ്ടോ ലാബ്? ലാബ് ഉണ്ട് അല്ലേ? ഫീമെയില്. ഓക്കെ. അപ്പോൾ അതെ, നമ്മള് പാലക്കാട് നെന്മാറയിലേക്കാണ് കൊടുത്തു. നെന്മാറയിലേക്ക് വേറെ എന്തൊരു സാധനത്തിന് കൊടുത്തുവിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയില്. കണ്ടാ? നീ വീഡിയോ കണ്ടില്ലേ? ഷെയറൊക്കെ ചെയ്തിട്ടില്ലേ? അവിടെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകണം, കുറച്ചുകൂടി പോകണം. കുറച്ചുകൂടി പോകണം അല്ലേ? ഓക്കെ.
അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി വേഗം കേട്ടോ. അപ്പോൾ കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കിക്കോ. അതെ, നമ്മുടെ ഉണ്ടാ കാണുമ്പോൾ പേടിയാവുണ്ടാ, വായൊക്കെ തുറന്ന് കാണുമ്പോൾ പേടിയാവൂട്ടാ. വേറെ കുഴപ്പമൊന്നുമില്ല, ആള് ഭയങ്കര ആക്റ്റീവ് സാധനമാണ്, ക്രോസ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. ആ, ഇനി കൊട്ടയിൽ വെച്ചോ, കൊട്ട തിരിച്ചോണല്ലോ കേട്ടോ, അല്ലെങ്കിൽ കൊട്ടയുടെ പൈസ അയക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ആ, ഓക്കെ. അപ്പോൾ ശരി, അപ്പോൾ ഈ മാക്സിമം കുറച്ച് ആൾക്കാർ കൂടി ഷെയർ ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഹലോ, ഇത് കണ്ട നമ്മുടെ ഡുർണിട്ടാ, ഈ ഡുർണിയുടെ കുട്ടികളുണ്ട് കേട്ടോ കൊടുക്കാൻ. ഇത് നമ്മുടെ ടുട്ടുവിൻ്റെ മോളാണ് കേട്ടോ. മുഖം കാണേ, ഇത് ടുട്ടുവിൻ്റെ മോള് ഫീമെയില്, ഇത് ഡുർണി ഉണ്ടാ. ഇതേപോലത്തെ ഹെവി സൈസ് ലാബ് പപ്പീസ് നമ്മുടെ അവിടെ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ടുട്ടുവിൻ്റെ കുഞ്ഞുണ്ട്. ശരിക്കും പറയാ വെച്ചാൽ വാച്ചിങ് പർപ്പസിനൊക്കെ പറ്റിയ ലാബുകളാട്ടോ. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, വെറുതെ ഫാറ്റ് അങ്ങനത്തെ ഇതൊന്നുമല്ല, സ്ട്രോങ് ഉള്ള ലാബുകളാണ് ഉണ്ടാ. അത്യാവശ്യം വാച്ചിങ് സൂപ്പർ വാച്ചിങ് ആണ്, നല്ല കുരയ്ക്കും. അപ്പോൾ പപ്പീസ് ഉണ്ട്. കണ്ടോ, ഇത് കഴിഞ്ഞാൽ നമ്മൾ ടുട്ടുവിനെ ഇറക്കൂട്ടാ. ടുട്ടുവിനെ ഇറക്കി കാണാം. ഇതിപ്പോൾ ഡുർണി, ടുട്ടുവിൻ്റെ മുകളിൽ ഡുർണിയിൽ ക്രോസ് ചെയ്തിട്ട് കുട്ടികളുണ്ട് കേട്ടോ. അതിന് മുമ്പ് നമ്മളോട് ഷിറ്റ്സ് പ്രസവിച്ച് ഇറക്കുന്നുണ്ട് കേട്ടോ, നോക്കാം നമുക്ക്. കണ്ടാ ഷിറ്റ്സ്, നമ്മുടെ ഷിറ്റ്സ് കേട്ടോ. കയറി കിടന്നടി, കയറി കിടന്ന വാ, ഓ കം 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 കം. കുട്ടികളുണ്ട് കേട്ടോ ഇതിൽ. ഇത് കണ്ട, ഇത് വെൽത്ത് ബോക്സ് ആണ് കേട്ടോ. ഇതിൽ കിടന്നു കഴിഞ്ഞാൽ എന്തൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ കുട്ടികളുടെ മേല് കയറി കിടക്കില്ല. ഇങ്ങനെ കിടന്നാൽ തന്നെ കണ്ട. അപ്പോൾ ഇങ്ങോട്ടന്നെ തിരിച്ചു പോകാം. ടുട്ടൂനോണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ടുട്ടുവിൻ്റെ കുട്ടി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ലാബ് ഉണ്ടോ. ഹെവി കണ്ടല്ലേ, ഹെവി ലാബ് കണ്ട. അപ്പോൾ കുട്ടികളുണ്ട് കേട്ടോ. ഇനി ഫീമെയിൽ വേറെ പ്രസവിച്ചാക്കണോട് തീ പോവാം നമുക്ക്. 2 മാസത്തെ ലാബിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ. കിടന്നുറങ്ങാം കണ്ടാ. മെയിലുണ്ട് ഫീമെയിലും ഉണ്ട്. പിന്നെ അത് 1 മാസത്തെ കുട്ടീൻ്റെ ലാബ് ഇതൊക്കെ കിടന്നുറങ്ങണം കേട്ടോ. ഇത് 1 മാസം ആവണുള്ള 25 ദിവസമായിട്ടുള്ള കുട്ടികൾ. പിന്നെ അത് ഡാഷിൻ്റെ കുട്ടികളുണ്ട് കേട്ടോ. ലാബിൻ്റെ കുട്ടികളൊക്കെ എനിക്ക് അവരെ എനിപ്പിച്ചപ്പോൾ എനിപ്പിച്ചു. ഇവിടെ മെനിറ്റു ലാബിൻ്റെ കുട്ടികൾ ഇവർ കിടന്നുറങ്ങി. ഇവരെ 25 ദിവസമായിട്ടുള്ള കേട്ടോ. അവരുടെ മദറ് മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേപ്പറിലെ ലാബിൻ്റെ കുട്ടികൾ 9 രൂപ കേട്ടോ. പേപ്പർ ഇല്ല എന്നാൽ 7000 രൂപ കേട്ടോ. ഈ കണ്ട ലാബിൻ്റെ കുട്ടി കണ്ട, അടിപൊളി കുട്ടി 7000 രൂപ കേട്ടോ. പേപ്പർ വേണമെങ്കിൽ 9 രൂപ. എല്ലാം തന്നെ, എല്ലാം അങ്ങനെ തന്നെ. ഇതായാലും സെയിം റേറ്റ് തന്നെ കേട്ടോ. പേപ്പറൊക്കെ ഉള്ള കുട്ടികൾ തന്നെ കേട്ടോ. പേപ്പർ വേണമെങ്കിൽ നമുക്ക് 9 രൂപ, ഇല്ലെങ്കിൽ 7000 രൂപ. ഡാഷ് നമുക്കൊരു 3000 രൂപ കേട്ടോ. ഡാഷ്
ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കുറച്ച് പേര് അധികം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 2500 രൂപയ്ക്ക് കൊടുക്കും ഡാഷ്. ഞാൻ അതിൻ്റെ കുറവ് വേണ്ട. ഇത് ലിയോട്ടാ, ഇത് സൈബു. ഇവർ രണ്ടുപേരെയാണ് നമ്മൾ ഫ്രീ അഡോപ്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ പലരും എന്തോ കറക്റ്റ് ടൈമിങ്ങിൽ എത്താൻ പറ്റാണ്ടാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് കുറേ പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലത്തൊരു 9 മണി മുതൽ നമുക്ക് 2 മണി വരെ ആണ് കേട്ടോ ഫ്രീ അഡോപ്ഷന് എത്തേണ്ട ആൾക്കാർ. പിന്നെ ലീഷ് ചെയ്യാൻ ഇതൊക്കെ കൊണ്ടുവന്നോളൂ, ബെൽറ്റാ അങ്ങനെ എന്തെങ്കിലും ചോക്ക് ചെയിന എന്തെങ്കിലും കൊണ്ടുവന്നോളൂ കേട്ടോ. പ്രത്യേകം പറയുന്നു. ഒന്നും ആരോഗ്യ പ്രശ്നം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇവന് കുറച്ച് രോമം ഇത്തിരി പോയിട്ടുണ്ടെന്നുള്ളൂ, കാലിൻ്റെ അവിടെയൊക്കെ ഇത്തിരി പോയിട്ടുണ്ട്. ഇവന് അതുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിതിൽ വില പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. വില എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 4000 രൂപ, രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ 7000 രൂപ കേട്ടോ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ സിംഗിളായിട്ട് കൊടുക്കാനും തയ്യാറാട്ടോ. എന്നാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇവരെ കുളിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്കൊക്കെ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഇല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർക്ക് 2 കൊണ്ടുപോയാൽ പിന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, ബഹളാവും, തിക്കുന്നരക്കൊക്കെ ആയി കഴിഞ്ഞാൽ പണിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സിംഗിളായിട്ടും കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ. നമ്മൾ സിംഗിളായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, നമ്മുടെ 2 ഗോൾഡൻ ഫീമെയിൽ കേട്ടോ. ഡുർണി കുണ്ടപ്പാ സുഖമായിട്ട് കിടന്നുറങ്ങാലടാ. കട്ടപ്പ ഇത് ഫീമെയില് റോട്ട് ബോർഡിങ് കേട്ടോ. 2 നാടന്മാർ ബോർഡിങ് കേട്ടോ. ഒരു വീട്ടിൽ തന്നെ ലാബ് ഫീമെയിൽ ഉണ്ട് കേട്ടോ. ലാബ് നമ്മുടെ ടുട്ടുവിൻ്റെ മോള് പേപ്പറൊക്കെ ഉള്ള ഫീമെയിൽ, ഒരു 3.5-4 മാസം അതിന്. കുറയ്ക്കണേണ്ട ലാബ്, അതും 10 രൂപ കേട്ടോ. 10 രൂപയ്ക്ക് കൊടുക്കും കേട്ടോ. ഇപ്പോൾ കൊടുക്കാച്ച 10 രൂപ. നമ്മുടെ ജാക്കിരിക്കണ്ടല്ലോ ഡാ ജാക്ക. അടിപൊളി സാധനം കേട്ടോ. ഒരു കംപ്ലൈൻറ്റോ ഒരു കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ റാംബോ, അവിടുത്തെ നമ്മുടെ ഫ്രീ അഡോപ്ഷന് വേണ്ടിയിട്ടുള്ള പങ്കിന് എടുക്കാൻ പോയിന്റ്. അതാണ് കറക്റ്റ്. എടാ മോനെ, ഇത് നമ്മുടെ പഗ് കേട്ടോ. പഗ് ഫീമെയിൽ കണ്ടാ കൊടുക്കാളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വില പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 2500 രൂപ 3000 രൂപ അങ്ങനെ 3000 രൂപ ഒന്നുമില്ല, 3000 രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുറവാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പൈസ കുറവിന് തരും. ആ പൈസ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നമ്മൾ 3000 രൂപ പറയുന്നു. ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള കേട്ടോ. നമ്മുടെ അവിടെ വന്നിട്ട് ഒരു പ്രസവം, നമ്മുടെ അവിടെ വരല്ല, നമ്മുടെ അവിടെ ഉണ്ടായത് ഒരു പ്രസവം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസവിപ്പിച്ചിട്ടില്ല. പ്രസവിക്കാണ്ടല്ല, പ്രസവിക്കുന്ന വെട്ടി. മാക്സിമം ഒരു 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് 2 വയസ്സ് 2.5 വയസ്സ്. നമ്മുടെ കയ്യിൽ ഒരു ഫീമെയിൽ ഡോബർമാൻ ഉണ്ട് കേട്ടോ. നമ്മളൊരു ഓഫർ ഇടാണ് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. സർട്ടിഫിക്കറ്റ് അടക്കം 12 രൂപ അല്ലെങ്കിൽ 10 രൂപ കേട്ടോ. ഫീമെയിൽ ഡോബർമാൻ 1 വയസ്സാവാറായിട്ടുള്ള ഫീമെയിൽ, അടിപൊളി ഫീമെയിൽ. സർട്ടിഫിക്കറ്റ് ഒക്കെ അടക്കം 12 രൂപ അല്ലെങ്കിൽ 10 രൂപ. അടിപൊളി, അത്യാവശ്യം തെറ്റില്ലാത്ത ഫീമെയിൽ. നമ്മുടെ ഇവിടുത്തെ കുട്ടൂസിൻ്റെ മോള് കേട്ടോ. നല്ല ബ്ലഡ് ലൈനൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ട് കേട്ടോ. അടിപൊളി സാധനം. ഓക്കെ ബൈ, ലേക്ക് ജാവോ. അലമ്പ് കാര്യങ്ങളങ്ങനൊന്നും ഇല്ല. അത്യാവശ്യം നല്ല കുറയും കുറയ്ക്കും കേട്ടോ. നല്ല വാച്ചിങ് പർപ്പസിനുള്ള ഫീമെയിൽ.
നമ്മുടെ ഹസ്കി മെയിൽ പപ്പിട്ടാ. ആ ആ ആ ആ നമ്മുടെ ഫ്രീ അഡോപ്ഷന് വേണ്ടി വരുന്ന ആൾക്കാർ മാക്സിമം ഒരു ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ എത്തിയുള്ളൂ കേട്ടോ. കാലത്ത് നമ്മൾ ഇവിടുന്ന് 9 മണി മുതൽ ഒരു 2 മണി വരെയാണ് ഫ്രീ അഡോപ്ഷൻ വരാൻ ആൾക്കാർ കൊണ്ടുപോകാനുള്ള ആൾക്കാരുടെ ടൈം കേട്ടോ. നമ്മളെന്താ കഴിഞ്ഞാൽ ഇത് പലരും വിളിച്ചിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് 4 മണിക്കും വിളിച്ചിട്ട് ഇത്തിരി ദൂരത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ 6 മണി 7 മണിയാവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും, നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ കാലത്ത് ഇത്തിരി ദൂരത്തുള്ള ആൾക്കാരാണെങ്കിൽ കാലത്ത് അതിൽ രാവിലെ പുറപ്പെട്ടോ നമ്മുടെ ഇവിടെ ഒരു 9 മണി 10 മണിക്ക് എത്താവുന്ന രീതിയിൽ. ഇല്ലെങ്കിൽ വേണം നിങ്ങൾ 9 മണി മുതൽ 2 മണി വരെ സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ വന്നാൽ മതി. അതുകൊണ്ടാണ് കുറേ പേർക്ക് ടൈമിങ് കറക്റ്റ് അല്ലാത്ത കാരണം കൊണ്ടാണ് ഈ ഫ്രീ അഡോപ്ഷൻ എനിക്ക് വീണ്ടും ചെയ്യേണ്ട വന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഫ്രീ അഡോപ്ഷനിൽ 2 ഹസ്കീൻ്റെ ഒരു പഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്തോളോ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഡോഗിനെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് അടിക്കുന്നില്ല, നമ്മുടെ കമൻറ്റ് ചെയ്യുന്നില്ല. മാക്സിമം പണ്ട് നമ്മുടെ കുറേ ചങ്കുകളൊക്കെ ഉണ്ട്. ഒരുത്തൻ ബുള്ളീനെ, അമേരിക്കൻ ബുള്ളീനെ എപ്പോഴും ചോദിച്ചിട്ട് നമ്മുടെ പഞ്ചുവിനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കമൻറ്റൊക്കെ കണ്ടിട്ട് കുറേ നാളായിട്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ ഓഫറും കാര്യങ്ങളായിട്ടും വരണവരെ ഗുഡ് ബൈ.